മോഹൻരാജ് എന്ന സാധാരണക്കാരൻ എങ്ങനെയാണ് കീരിക്കാടൻ ജോസ് എന്ന മലയാളികൾ എക്കാലവും ഓർത്തിരിക്കുന്ന ക്ലാസിക് വില്ലനായി മാറുന്നത്? ആ ഒരു കഥയാണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചൂട് ചായ ഹോട്ടൽ മേശയുടെ മുകളിൽ എറിഞ്ഞു വെച്ച് കീരിക്കാടൻ ഓടി. ആൾക്കൂട്ടത്തിന് നടുവിലിരുന്ന സേതുമാധവനെ കണ്ട് ഒരു നിമിഷം നിന്നു. തുടർന്ന് കൊലച്ചിരി, കാത്തിരുന്ന ഇരയെ മുന്നിൽ കിട്ടിയ ആഹ്ലാദം, ശത്രു ഏൽപ്പിച്ച മുറിവിന്റെ വേദന, അട്ടഹാസത്തിനൊപ്പം ചോരക്കണ്ണിൽ പലതരം ഭാവങ്ങൾ മാറിമറിഞ്ഞു. പിന്നീടങ്ങോട്ട് അടിയായിരുന്നു, പൊരിഞ്ഞ സംഘടനം. കിരീട സിനിമയുടെ ക്ലൈമാക്സും കീരിക്കാടൻ ജോസിന്റെ ആകാരവും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞതാണ്. മുഖത്തെ മുറിപ്പാടുകളും ചോരക്കണ്ണും രണ്ടാൾ പൊക്കവും അതുവരെ കണ്ട വില്ലന്മാരിൽ വ്യത്യസ്തമായിരുന്നു. കീരിക്കാടൻ എന്ന വട്ടപ്പേരിന് മുൻപിൽ മോഹൻരാജ് എന്ന യഥാർത്ഥ പേര് മാഞ്ഞുപോയി. സെറ്റുകളിലും ആൾക്കൂട്ടങ്ങൾക്ക് മുമ്പിലുമെല്ലാം മോഹൻരാജ് ഇന്നും ജോസാണ്, കീരിക്കാടൻ ജോസ്. നടനാകണമെന്ന് 1% പോലും താല്പര്യമില്ലാതിരുന്ന മോഹൻരാജിനെ സിനിമ വിളിച്ചു വരുത്തി സ്വീകരിക്കുകയായിരുന്നു. നായകന് തല്ലിത്തോൽപ്പിക്കാനുള്ള കരുത്തനായ വില്ലനായിരുന്നു എന്നും മോഹൻരാജ്. മലയാളത്തിന് മുന്നേ തമിഴിൽ തിളങ്ങിയ വില്ലൻ മോഹൻരാജ് യാദർശികമായാണ് സിനിമയിലെത്തിയത്. ചെന്നൈയിലെ ഓഫീസിന് എതിർവശത്ത് ട്രാവൽ ഏജൻസി നടത്തുന്ന സുഹൃത്ത് ദിവാകറാണ് മോഹൻരാജിനെ സംവിധായകൻ അലക്സ് പാണ്ഡ്യന്റെ അടുത്ത് എത്തിക്കുന്നത്. സത്യരാജ് അഭിനയിക്കേണ്ട ചിത്രത്തിന് അദ്ദേഹത്തിന്റെ കാൾ ഷീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ആ വേഷം മോഹൻരാജിലേക്ക് എത്തുകയായിരുന്നു. ആൺകളെ നമ്പാതെ എന്ന ചിത്രത്തിലൂടെ പുതിയ വില്ലൻ ജനിക്കുകയായിരുന്നു. തമിഴ് സംസാരിക്കാൻ അറിയാത്ത മോഹൻരാജ് ആദ്യ സിനിമയിൽ തമിഴ് വാക്കുകൾ സംസാരിക്കാൻ നന്നേ പാടുപെട്ടു. ആദ്യ കഥാപാത്രത്തെക്കുറിച്ച് തമിഴ് സിനിമാ മാസികയിൽ വന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സംവിധായകൻ രാജശേഖർ കഴുമലൈ കള്ളൻ എന്ന ചിത്രത്തിൽ അവസരം നൽകി. കൂടുതൽ അവസരങ്ങൾ തേടി വന്നതോടെ മോഹൻരാജ് തമിഴ് എഴുതാനും വായിക്കാനും പഠിച്ചു. തമിഴിലെ വില്ലൻ വേഷങ്ങൾ ശ്രദ്ധ നേടിയതോടെ മലയാളത്തിലും പുതിയ വില്ലനെ ലഭിച്ചു. മലയാളത്തിൽ 3-ാം മുറ എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ലഭിച്ചുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല. ഒടുവിൽ കിരീടത്തിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലെത്തുന്നതും യാദൃശ്ചികമായാണ്. കന്നഡ നടനായ പ്രദീപ് ശക്തിവേലിന് വേണ്ടി നീക്കിവെച്ചിരുന്ന കഥാപാത്രം മോഹൻരാജിലേക്ക് എത്തുകയായിരുന്നു. കീരിക്കാടൻ ജോസ് എന്ന മികച്ച വില്ലന്റെ ഉദയമായിരുന്നു കിരീടം. ചിത്രീകരണത്തിനിടയിൽ കാലിന് പരിക്കേറ്റെങ്കിലും പിടിച്ചു നിന്നു. കിരീടത്തിന്റെ തെലുങ്ക് പതിപ്പായ റൗഡിസം സിന്ദാബാദിലും വില്ലനായി എത്തി.